കരുനാഗപ്പള്ളി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നിട്ട് പോയിട്ട് വരുന്ന വഴി നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ പടിഞ്ഞാറ് സൈഡ് ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നല്ല വിശപ്പ് ഉണ്ടായിരുന്നിട്ടോ. രാവിലെ ഇറങ്ങിയതില്ലേ 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നിട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അതേപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ പേരറിയാമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നിട്ടോ. ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ആഹാരം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടോ. ഏട്ടൻ ഓർഡർ ചെയ്ത് നല്ല പൊറോട്ടയും കിഴങ്ങിൻ്റെ കുറുമയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് മുട്ടയും വരുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിക്ക് കേട്ടോ. അതേപോലെ നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മുടെ കരുനാഗപ്പള്ളി ആശുപത്രിയുടെ അടുത്തായിട്ട് ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിക്കുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം കുറേ പേര് മോശമായിട്ട് കമൻറ്റ് ഇട്ടു, അതുപോലെ നല്ലതായിട്ടും കമൻറ്റ് ഇട്ടവരുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് വിചാരിക്കണം, ഇതുപോലും കിട്ടാത്ത മനുഷ്യർ ലോകത്ത് ഒത്തിരി പേരുണ്ട്. ആഹാരം കഴിക്കാതെ ഒത്തിരി പേര് പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം എനിക്ക് ആഹാരത്തിൻ്റെ വില നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് എന്ത് കഴിച്ചാലും ഞാൻ നല്ലതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. മോശമായി കഴിക്കുന്ന സാധനങ്ങളായാലും ഞാൻ നല്ലതെന്ന് തന്നെ പറയുള്ളൂ. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളും പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മൾ നേരെ പിന്നെ പോകുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി ആശുപത്രിയിലോട്ടോ കേട്ടോ. അപ്പം ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങാനും കൂടിയാണ് വന്നത്. അപ്പോൾ അതും വാങ്ങി പിന്നെ കുറച്ച് മരുന്നും വാങ്ങാണ്ട് അതും വാങ്ങി നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടോ കേട്ടോ. പോകുന്ന വഴി പിന്നെ നമ്മുടെ പുതിയാവിൻ്റെ കിഴക്കായിട്ട് നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്, ഒരു ഇക്കാട കേട്ടോ. അവിടെ കയറി മിക്കപ്പോഴും നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കും, സോഡ നാരങ്ങ വെള്ളം. അപ്പോൾ 20 രൂപ നാരങ്ങ വെള്ളത്തിൻ്റെ വില വരുന്നത് കേട്ടോ. അപ്പം മിക്കപ്പോഴും നമ്മൾ കയറുന്ന കടയെ ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിന്. പിന്നെ അവർ ഇഞ്ചി ചേർക്കും കേട്ടോ എരിവിന് വേണ്ടി. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ മുന്തിരിങ്ങ നീരും ചേർത്ത് സോഡ നാരങ്ങ വെള്ളം തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വഴി പോകുന്ന ഒന്ന് കയറി കഴിച്ചു പോകും കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ കടച്ചക്കായും നെല്ലിക്കായും ഒക്കെ ഉപ്പിലിട്ട് വെച്ചേപ്പുണ്ട്. അതേപോലെ മാങ്ങാണ്, ചില സമയത്ത് ക്യാരറ്റൊക്കെ കാണും. നമ്മൾ നെല്ലിക്കായും കടച്ചക്കായും വാങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കടച്ചക്ക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് രണ്ടെണ്ണത്തിന് വരുന്ന 10 രൂപ തോന്നുന്നു, 5 രൂപ വെച്ചാൽ തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചെടുത്ത് വീട്ടിൽ കാണാവേ. ബൈ.